പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിയെയാണ്. ഓരോ അതിജീവനങ്ങളും ജീവിതത്തിൽ മറ്റുള്ളവർക്ക് മുന്നേറാനുള്ള ഓരോ പ്രചോദനങ്ങളാണ് എന്നൊരിക്കൽ കൂടി തെളിയിച്ച ഒരാൾ. നമ്മുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന കഴുകന്മാർ കൊത്തിക്കീറിയിട്ടും അതിൽ നിന്നെല്ലാം അതിജീവിച്ച ആ അതിജീവിതയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല. അതിനുള്ള റീസൺ സാറിനപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ എനിക്ക് തന്ന ഐഡൻറ്റിറ്റി ഹീര, സോറി മാറിപ്പോയി, അതിജീവിത. (1996) മാർച്ച് 8 എറണാകുളത്തെ പാവങ്ങളുടെ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിലാണ് ഞാൻ ജനിച്ചത്. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞ കോളനി. ഞാനും അമ്മയും പിന്നെ അച്ഛനും. അച്ഛൻ നേരം വെളുക്കുന്നതിൻ്റെ മുന്നേ എണീറ്റ് ജോലിക്ക് പോവും. രാത്രി വൈകിട്ട് 4 കാലിലാണ് തിരിച്ചു വരുന്നത്. ഒരച്ഛൻ എന്ന സ്ഥാനത്ത് നിന്ന് കിട്ടേണ്ടതൊന്നും എനിക്ക് ആ മനുഷ്യൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങളെ തെറിയും പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞാൽ അമ്മയെ പൊതിരെ തല്ലും. അത് മടുക്കുമ്പോൾ എവിടെയെങ്കിലും പോയി പിച്ചും പേയും പറഞ്ഞ് കിടന്നുറങ്ങും. അമ്മയ്ക്കത് ശീലമായിരുന്നു. പതുക്കെ എനിക്ക് ശീലമായി. പക്ഷേ അമ്മയുടെ ശരീരത്തിനത് ശീലമായില്ല. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിക്കുന്നത്. പിന്നെ വീട്ടിലെ പണിയും അച്ഛൻ്റെ തല്ല് വാങ്ങലും ഒക്കെ എൻ്റെ മാത്രം പണിയായി. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സനലിനെ പരിചയപ്പെടുന്നത്. സ്കൂളിൽ എൻ്റെ സീനിയറായിരുന്നു. അമ്മ കഴിഞ്ഞ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതവനായിരുന്നു. തിരിച്ചു ഞാനും. പക്ഷേ ആ സ്നേഹം മുതലെടുക്കുമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. നിന്നുകൊടുത്തു ആ സ്നേഹത്തിന് വേണ്ടി. ഒരു ദിവസം അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് എൻ്റെ അച്ഛൻ കണ്ടു. ആദ്യം കുറേ തല്ലി, പിന്നെ ചീത്ത വിളിച്ചു. പിന്നെ ഒരച്ഛനും തൻ്റെ മോളോട് ചെയ്യാൻ പാടില്ലാത്തത് ആ ദുഷ്ടൻ എന്നോട് ചെയ്തു. പിന്നെ അയാളെന്നെ ഒരു വരുമാന മാർഗമാക്കി. സ്വന്തം മോളുടെ പ്രായമുള്ളൂന്ന് പോലും നോക്കാതെ പലരും കയറി ഇറങ്ങി. കള്ളും കഞ്ചാവും തന്ന് റൂമിൽ കൊണ്ടുപോയി മയക്കി കിടത്തും സ്വന്തം അച്ഛൻ. ഒരു ദിവസം ബോധവും ധൈര്യം ഒന്നിച്ച് കിട്ടിയെന്ന് കിട്ടിയ കത്തി വെച്ച് തൊട്ടടുത്ത് കിടന്നവനെ ഞാൻ കുത്തി. ബഹളം കേട്ട് പിടിച്ചു മാറ്റാൻ വന്ന അച്ഛനെയും വെറുതെ വിട്ടില്ല. കേസായി. എൻ്റെ അല്ല, അവരുടെ പേരിൽ. കേസിന് വേണ്ടി മെഡിക്കൽ എടുത്തപ്പോഴാണ് 3 മാസം. 20-ാം വയസ്സിൽ അമ്മ. പിന്നെ എൻ്റെ ലൈഫിലെ 31 മനസാക്ഷി ഇല്ലാത്തവരെ ഒന്നിച്ചു കാണുന്നതിന് ശേഷം എൻ്റെ സ്നേഹം മുതലെടുത്തവനും സ്വന്തം അച്ഛനുൾപ്പെടെ 31 പ്രതികൾ. പിന്നെ കുറേ കാലം മെൻ്റൽ ഹോസ്പിറ്റലിലും ഡി അഡിക്ഷൻ സെൻ്ററിലും അനാഥാലയത്തിലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മോനെ ഓർഫനേജിലാക്കാൻ പലരും പറഞ്ഞു. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല. വാശിയായിരുന്നു. ജീവിതത്തിൽ തോറ്റു എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ജീവിച്ച് കാട്ടിക്കൊടുക്കാൻ. അന്ന് തൊട്ട് ഈ നിമിഷം വരെ ആരുടെയും സഹായമില്ലാതെയാണ് ഞാനും എൻ്റെ കൊച്ചിവിടം വരെ എത്തിയത്. പിന്നെ സാറിൻ്റെ പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടു. നമ്മുടെ ഇടയിലെ കഴുകന്മാരെ കൊത്തിവലിച്ചിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് ഇവിടം വരെത്തിയ ഞാൻ അതിജീവിത. ഇത്രയും പ്രശ്നങ്ങളിൽ നിന്നും ആരുടെയും സഹായമില്ലാതെ ഇവിടം വരെത്തി എനിക്ക് ഒളിക്കാൻ ഇനി ആ ഐഡൻറ്റിറ്റിയുടെ ആവശ്യമില്ല. മൈസെൽഫ്, എലിസ മറിയം, വയസ്സ് 28, സ്റ്റിൽ എക്സിസ്റ്റ്.